ഹായ് ഗായ്സ്, വെൽക്കം ടു അൺഅക്കാദമി. എൻ്റെ പേര് നോഫൽ വി വി. ഞാൻ അൺഅക്കാദമിയിൽ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്ററാണ്. ഇംഗ്ലീഷാണ് മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾക്ക് ഇന്ന് LDCയുടെ മെയിൻ എക്സാമിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ് നമ്മൾ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെ ആണ് LDC മെയിനിന് വേണ്ടിയിട്ട് മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് കിടക്കാം. ഓരോ ടോപ്പിക്കും എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രാമറാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LDC മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഗ്രാമറിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 10 മാർക്കാണ് മെയിൻ എക്സാമിന് ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. പക്ഷേ 10 മാർക്ക് പല ആളുകളും 10 മാർക്ക് പോയിക്കോട്ടെ മറ്റുള്ള മാർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇംഗ്ലീഷ് പഠിക്കാതെ വിടുന്നുണ്ട് പല ആളുകളും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കരുതുന്നത് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് പഠിക്കാൻ എന്നുള്ളതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ഥിരം അൺഅക്കാദമിക് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, റെഡി. ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ അൺഅക്കാദമിയിൽ നോഫൽ വി എൻ്റെ പ്രൊഫൈലിൽ കയറിയാൽ അതിൽ കുട്ടികൾ ഹാറ്റ്സ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹാറ്റ്സ് ഡെഡിക്കേറ്റ് ചെയ്തിൽ കുട്ടികൾ അടിച്ചിട്ടുള്ള കമൻസ്, അവർ തന്നിട്ടുള്ള ഹാറ്റ്സിൽ അവർ പറഞ്ഞിട്ടുള്ള കമൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. എനിക്കും ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും. ഓക്കെ, അത് എൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി പറഞ്ഞതല്ല, ഇംഗ്ലീഷ് പഠിക്കൽ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇനി ഗ്രാമറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, റെഡി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ള. ഇത്രയല്ല കേട്ടോ, ഞാനിങ്ങനെ അഞ്ചെണ്ണാക്കിയിട്ട് പറഞ്ഞതാണ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്. എന്താ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്? പല ആളുകളും ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് രണ്ട് തരമുണ്ട്. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഒന്ന് ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലുള്ളതും ഒന്ന് അതിൻ്റെ സ്ട്രക്ചർ അടിസ്ഥാനത്തിലുള്ളതും. ഇങ്ങനെ കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള, ഈ ക്ലാസ്സിലൊക്കെ ഇരുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, ഇത് ആദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഇത് കേട്ടപ്പോൾ ഈ ട്രിക്സൊക്കെ മനസ്സിലായപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയത്. ഉദാഹരണത്തിന് KS പരീക്ഷയ്ക്ക് വരെ ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്. പക്ഷേ KS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ വരെ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ, തമാശ പറയുന്നതല്ല, സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ആ രീതിയിലാണ് നിങ്ങൾക്ക് അത് അത്രയും സിമ്പിളാക്കിയിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്നുള്ളത്. അത് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ് എന്താണെന്നുള്ളതും പല ആളുകൾക്കും ഒരു ഡൗട്ട് ഉണ്ട്. പല ആളുകളും ചോദിച്ചതാണ്. അത് എടുത്തു കഴിഞ്ഞപ്പോൾ അത് പല ആളുകൾക്കും സിമ്പിളായിട്ട് തോന്നുകയും ചെയ്തു. ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ സിമ്പിൾ സെൻറ്റൻസിനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കുക, കോംപ്ലക്സ് സെൻറ്റൻസിനെ സിമ്പിൾ സെൻറ്റൻസ് ആക്കുക, ഈ രീതിയിൽ ചോദ്യം വരാറുണ്ട്. ഈ രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുക എന്നുള്ളതും വലിയ ബുദ്ധിമുട്ടല്ല. ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് പറഞ്ഞാൽ അത് മാത്രമല്ല കേട്ടോ. പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുക, നെഗറ്റീവ് സെൻറ്റൻസിനെ പോസിറ്റീവ് ആക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസിനെ ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് ആക്കുക, ഈ രീതിയിലൊക്കെ അത് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് എന്നും പറയാം. ഓക്കെ, റെഡി. അപ്പോൾ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. വളരെ സിമ്പിളാണ്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും വളരെ ബുദ്ധിമുട്ടാണ്, അതൊന്നല്ല, വളരെ സിമ്പിളാണ്. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല. സ്റ്റുഡൻസിനോട് ചോദിക്കുക, എൻ്റെ പ്രൊഫൈലിൽ കയറാൻ അക്കാദമിയിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. ഹാറ്റ്സിൽ കുട്ടികൾ പറഞ്ഞ അവരുടെ കമൻസ് ഒന്ന് വായിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാകും. ഓക്കെ, ഇനി നോക്കൂ, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. എന്താ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്? ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് പലർക്കും അറിയുന്നതാണ്. നൗണ്, പ്രോണൗണ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്. ഈ സംഭവം എന്താണെന്നുള്ളത് വളരെ സിമ്പിളാണ് ഇത് പഠിക്കാൻ. നിങ്ങൾ സാധാരണ രീതിയിൽ പഠിക്കുന്ന രീതിയിൽ പഠിച്ചാലേ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ. നമുക്ക് എന്തേ വേണ്ടുള്ളൂ, നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, PSC ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഉത്തരം തിരഞ്ഞെടുക്കാൻ കഴിയണം. ഇത്രയല്ലേ വേണ്ടുള്ളൂ. അത് വളരെ എളുപ്പമാണ് ആ കാര്യം. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം എന്താണ്, എഗ്രിമെൻ്റ്, സബ്ജക്റ്റ് ആൻഡ് വെർബ്. ഇത് കോങ്കോഡ് എന്നുള്ള പേരിലായിരിക്കും പല ആളുകളും പരിചയം ഉണ്ടാവുക. ചില ആളുകൾക്ക് കോങ്കോഡ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, സിമ്പിളാണത് കേട്ടാ, വളരെ സിമ്പിളാണ്. എന്താണ് ഈ എഗ്രിമെൻ്റ് ആൻഡ് സബ്ജക്റ്റ് എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സാധനം പറഞ്ഞു തരട്ടെ. ഒരു വളരെ സിമ്പിളായിട്ടൊരു സാധനം പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഹി ഡാഷ്
ഒരു ഉദാഹരണത്തിന് ഹി ഡാഷ്, ഹി ബ്ലാങ്ക്. നിങ്ങൾ ഇവിടെ ഈസ് ആണോ ആറാണോ ഇടുക? ഇവിടെ ഈസ് ആണോ ആറാണോ ഇടുക? ഇവിടെ ഈസ് അല്ലേ ഇടുക നിങ്ങൾ? ഇതാണ് എന്ത് ഈ അഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് എന്ന് പറഞ്ഞാൽ. ഇത് വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇതിന്റെ അഡ്വാൻസ്ഡ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. ഈ സംഭവം ഇത്രയും അറിഞ്ഞാൽ തന്നെ ഉത്തരം ചെയ്യാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് PSCക്ക്. ഓക്കെ, അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, റെഡി? ശരി, അതിങ്ങനെ ആ ഒരു തലത്തിൽ നിന്ന് നമ്മളത് ഇങ്ങനെ പറഞ്ഞു വരിക ചെയ്യാം. വളരെ സിമ്പിളാണ് പഠിക്കാൻ. പിന്നെ ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എയും മാനും. ഇതാണ് ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ശരി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് അത് കേട്ടോ. പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്. ഇപ്പം ഈസമാർ, വാസ്, വേർ, ഹാവ്, ഹാസ് ഇതൊക്കെ എവിടെ ഉപയോഗിക്കുക? ക്യാന്, വില്ല്, കുഡ് പോലുള്ളതൊക്കെ അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്? ഇതൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. വളരെ എളുപ്പമാണ് അതൊക്കെ. പിന്നെ ടാഗ് ക്വസ്റ്റ്യൻസ്. പല ആളുകളും പറയാറുണ്ട് വളരെ സിമ്പിളാണ് എന്നുള്ളത്. വളരെ സിമ്പിളുമാണ്. അതുപോലെ തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളും ഈ ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതും പഠിച്ചെടുക്കുക എളുപ്പം തന്നെയാണ് കേട്ടോ. പഠിച്ചെടുക്കുക എളുപ്പമാണ്. പിന്നെ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്. പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ജെറൻസ് എന്താന്നുള്ള ടേം എന്താന്നുള്ള ടേം കേൾക്കുമ്പോൾ ചില ആളുകൾ എന്താണ് അത് സാധനം എന്ന് ചോദിക്കാറുണ്ട്. ഈ ജെറൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. എവിടേക്കാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് മാത്രം ഈ ജെറൻഡ് എന്ന് പറഞ്ഞാൽ ING ആണ്. ING വരുന്നതാണ്. അതായത് പ്ലേയിങ്. ഇത് ഈ ING അല്ലേ? പ്ലേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ഇതിനെ നമ്മൾ ബേസ് ഫോം എന്ന് പറയും. അതിൻ്റെ കൂടെ ING ഇട്ടാൽ അതിനെ ജെറൻഡ് എന്ന് പറയും. ഇതാണ് ജെറൻഡ്. ചില വാക്കുകൾ കൂടെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് എൻജോയ് എന്നുള്ളൊരു വെർബ്. ഇതിന് ശേഷം ഇങ്ങനെ പ്ലേ എന്നുണ്ട് എന്ന് കരുതുക, പ്ലേയിങ് എന്നുണ്ടെന്ന് കരുതുക. കുറേ അധികം എക്സാമിന് വന്നൊരു ചോദ്യമാണത്. നമ്മൾ എന്ത് മാത്രം ഇടാൻ പാടൂ? ING. പ്ലേയിങ്. ഷീ എൻജോയ്സ്. പ്ലേ ആണോ പ്ലേയിങ് ആണോ? പ്ലേയിങ്. വി എൻജോയ്. പ്ലേ ആണോ പ്ലേയിങ് ആണോ? പ്ലേയിങ്. യു എൻജോയ്. പ്ലേ ആണോ പ്ലേയിങ് ആണോ? പ്ലേയിങ്. ഇത്രയേ ഉള്ളൂ കേട്ടാ. എൻജോയ് എന്നുണ്ട ING ഇടുക. അപ്പോൾ കുക്കാണോ കുക്കിംഗ് ആണോ വരിക? കുക്കിംഗ്. ഈ രീതിയിലാണ് ജെറൻസ് പഠിക്കാനുള്ള. ഇതേപോലെ വേറെ കുറേ കേസുകളുണ്ട്, കുറച്ച് കേസുകളുണ്ട്. വളരെ സിമ്പിളാണ് പഠിച്ചു കഴിഞ്ഞാൽ. പിന്നെ ടെൻസസ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുതുന്നത് എനിക്ക് ഏറ്റവും എളുപ്പമുള്ളതും അല്ലെങ്കിൽ കുട്ടികൾ തന്നെ പറയാറ് വളരെ സിമ്പിളായിട്ട് തോന്നി എന്നുള്ള ഒരു സംഭവം കൂടിയാണ് ഈ ടെൻസസിൻ്റെ ഭാഗം. വളരെ സിമ്പിളാണ്. പിന്നെ വേറെ ഒന്ന് ചോദിക്കുന്നത് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് എന്നുള്ള ഇതെന്താ സംഭവം എന്നുള്ള പല ആളുകൾക്കും ഡൗട്ടാണ്. മെയിനായിട്ട് ഞാൻ ഒന്നുകൂടെ സിമ്പിളാക്കി പറഞ്ഞാൽ ഇഫ് ക്ലോസ്. ഇതിലെ മെയിൻ സംഭവം എന്താണ്? ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് ഇല്ലേ, അതാണ് ഈ സംഭവം ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ പ്രപ്പോസിഷൻസ് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് പല ആളുകളും പറയണത്. ഓക്കെ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണെന്ന്. ഇനി ഞാൻ ടീച്ചർ ആയതുകൊണ്ട് പറയുന്നതാണോ? അല്ല. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കുക. ഇതും പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കാര്യം എന്ന് വെച്ചാൽ വളരെ കുറേ ട്രിക്സും കുറേ കോഡ്സും ഒക്കെ ഉണ്ട്. ഇത് പഠിച്ചെടുക്കാനുള്ള കുറേ കോഡുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊന്ന് പറയട്ടെ. ഒരു ഉദാഹരണം മാത്രം ഒന്ന് പറയാം. ചെറുതായിട്ടൊരു ഉദാഹരണം. ഇപ്പോൾ www.airportfood.com ഇതൊരു കോഡാണ്. ഇതെന്ത് പഠിക്കാനുള്ള കോഡാണെന്ന് അറിയോ? ടു വരുന്നത് എവിടെയാണ് എന്ന് പഠിക്കാനുള്ള കോഡാണ്. ഈ ഒരു കോഡിൽ ഈ ഡബ്ല്യൂകൾ പഠിച്ചാൽ, എ എന്താണെന്ന് പഠിച്ചാൽ, ഐ എന്താണെന്ന് പഠിച്ചാൽ, ആർ എന്താണെന്ന് പഠിച്ചാൽ, പി എന്താണെന്ന് പഠിച്ചാൽ ഇത് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യം വരില്ല. വളരെ സിമ്പിളാണ്. ഇത് കേട്ടാൽ തന്നെ ഒരൊറ്റ തവണ കേട്ടാൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മെമ്മറി ഉള്ള ഒരാൾ ഒറ്റ തവണ കേട്ടാൽ അത് മനസ്സിലാകും. പിന്നെ കുറച്ചും കൂടെ താഴെയുള്ള ആൾക്ക് 2 തവണ 3 തവണ കേട്ടാൽ സെറ്റായി. ഓക്കെ, പ്രപ്പോഷൻ ആണെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ കോഡ് ഉപയോഗിച്ചിട്ടും സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്, എല്ലാതും പഠിക്കാം. പിന്നെ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ഭാഗം കൂടിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഈ സംഭവങ്ങൾ കേട്ടില്ലേ? ഇതാണ് ഈ കോറിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. വളരെ എളുപ്പമാണ്. പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്ന ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അതും ഇതിൽ വരുന്നതാണ്. എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു സംഭവമാണ്. അതുപോലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, അതും ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു സംഭവമാണ് ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസും റിപ്പോർട്ടഡ് സ്പീച്ചും. ഓക്കെ, ഇതും പഠിച്ചെടുക്കുക എന്നുള്ളത് എളുപ്പമാണ്. ഇതൊക്കെ ഞാൻ എല്ലാതും എളുപ്പമാണെന്ന് പറയണു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നൊക്കെ ചില ആളുകൾക്ക് പറയാം.
ചില ആളുകൾ ഇങ്ങനെ പറയാം എന്ത് എല്ലാവരും എല്ലാതും എളുപ്പമാണെന്ന് പറയണം, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന്. ഓക്കെ, നിങ്ങൾ അക്കാദമിയിൽ വരിക, അക്കാദമിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കും. ഓക്കെ, റെഡി? ശരി, കറക്ഷൻ ഓഫ് സെൻറ്റൻസസ് എന്നുള്ളതാണ് വേറൊന്ന്. കറക്ഷൻ ഓഫ് സെൻറ്റൻസസ് ഇതെന്താ സംഭവം വെച്ചാൽ എറർ ഡിറ്റക്റ്റ് ചെയ്യുക, അതാണ് സംഭവം. എറർ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഡിറ്റക്റ്റ് ചെയ്യുക, അതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ കറക്ഷൻ ഓഫ് സെൻറ്റൻസസ് എങ്ങനെ വരിക എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് കോറിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്ന് കറക്ഷൻ ഓഫ് സെൻറ്റൻസസ് വരും, ടെൻസിൻ്റെ ഭാഗത്തു നിന്ന് കറക്ഷൻ ഓഫ് സെൻറ്റൻസസ് എന്ന് വരും, അതുപോലെ പ്രപ്പോഷൻ്റെ ഭാഗത്തു നിന്ന് വരാം. അതായത് പ്രപ്പോസിഷൻ തെറ്റിയിട്ട് തരും, എന്നിട്ട് അത് നമ്മൾ ശരിയാക്കണം. ടെൻസ് തെറ്റി തരും, അത് നമ്മൾ ശരിയാക്കണം. ആ രീതിയിലാണ് കറക്ഷൻ ഓഫ് സെൻറ്റൻസ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്രാമറിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ, എളുപ്പമാണ് ഗൈസ്. ഓക്കെ, ശരി. അടുത്ത ഇനി വൊക്കാബുലറി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വൊക്കാബുലറി നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്? വൊക്കാബുലറി പഠിക്കാനുള്ളത് ഇതാണ്: സിംഗുലർ ആൻഡ് പ്ലൂറൽ, അതുപോലെ ചേഞ്ച് ഓഫ് ജെൻഡർ, നമുക്കറിയാലോ. ഇതൊക്കെ കോഡ് ഉപയോഗിച്ചിട്ട് പഠിക്കാട്ടാ, ഇതൊക്കെ കോഡ് ഉപയോഗിച്ചിട്ട് പഠിക്കാം, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഉദാഹരണം സിംഗുലർ ആൻഡ് പ്ലൂറൽ വളരെ സിമ്പിളാണ് പഠിക്കാൻ, വളരെ സിമ്പിളാണ് പഠിക്കാൻ, മനസ്സിലായല്ലോ. കോഡ് ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ ഉമ, ഈ ഒരു കോഡ് ഉപയോഗിച്ചാൽ നമുക്ക് സിംഗുലർ പ്ലൂറൽ ഒരു ഉദാഹരണം, സിംഗുലർ പ്ലൂറൽ പഠിക്കാനുള്ള ഒരു ഉദാഹരണമാണ് ഉമ. എന്താണ് ഉമ എന്നുള്ളത്? ഉമ എന്നുള്ളത് എന്താണെന്ന് അറിയോ? അം എന്ന് വെച്ചിട്ട് അവസാനിക്കുന്ന വേർഡുകളുടെ പ്ലൂറൽ എ വെച്ചിട്ട് അവസാനിക്കും. അം വെച്ചിട്ട് അവസാനിക്കുന്ന വേർഡുകളുടെ പ്ലൂറൽ എ വെച്ച് അവസാനിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം, മീഡിയം എന്നുള്ളതിൻ്റെ പ്ലൂറൽ എന്താണെന്നറിയോ? മീഡിയ. സെറ്റല്ലേ? വേണ്ട, ഉമ, അം എന്ന് വെച്ചിട്ട് അവസാനിക്കുന്നതിൻ്റെ പ്ലൂറൽ എ വെച്ചിട്ട് അവസാനിക്കും. അതേപോലെ നോക്കൂ, സ്റ്റേഡിയം എന്നുള്ളതിൻ്റെ പ്ലൂറൽ എന്താ? അപ്പോൾ ഉമയാണ്. വേണ്ട, ഉമ എന്ന് പറയുമ്പോൾ എ വരണേ, അതിൻ്റെ പ്ലൂറൽ എന്താ? സ്റ്റേഡിയ. വേണ്ട, ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റും. ചേഞ്ച് ഓഫ് ജെൻഡർ മാറുന്നത്, ഇതും വളരെ സിമ്പിളായിട്ട് പഠിക്കും. അപ്പോൾ അത് ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു കഥ രീതിയിലാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിപ്പിച്ചു കൊടുക്കാറ്. ഇപ്പോൾ പലതും, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ അച്ഛൻ്റെ പേര് സ്റ്റാലിൻ, അമ്മയുടെ പേര് മേരി. അച്ഛൻ്റെ പേര് സ്റ്റാലിൻ, അമ്മയുടെ പേര് മേരി. എന്താ? അച്ഛൻ്റെ പേര് സ്റ്റാലിൻ, അമ്മയുടെ പേര് മേരി. ഓക്കെ, അതെന്താ സംഭവം എന്ന് വെച്ചാൽ, സ്റ്റാലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോഴ്സിൻ്റെ മെയിലിനെ പറയണതാ. മേരി എന്നുള്ളത് ഹോഴ്സിൻ്റെ ഫീമെയിലിനെ പറയണതാണ് എന്നുള്ളത്. അപ്പോൾ സ്റ്റാലിനും മേരി എന്നും പഠിച്ചാൽ ഇത് മെയിലെന്നും ഇത് ഫീമെയിലെന്നും കിട്ടും. ഈ രീതിയിലെല്ലാം കളക്റ്റീവ് നൗൺസിന് ഇതേപോലെ നമുക്ക് കോഡിട്ട് പഠിക്കാം, വളരെ എളുപ്പമാണ്. അതുപോലെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. പ്രിഫിക്സും സഫിക്സും ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹാപ്പിനെസ് എന്നുള്ളതിൻ്റെ കൂടെ അൺ ചേർക്കുക, അൺഹാപ്പിനെസ്. അൺഹാപ്പി, ഹാപ്പി എന്നുള്ളതിൻ്റെ കൂടെ അൺ ചേർക്കുക, അൺഹാപ്പി. കംപ്ലീറ്റ് എന്നുള്ളതിൻ്റെ കൂടെ ഇൻ ചേർക്കുക, ഇൻകംപ്ലീറ്റ്. ഒരു വേർഡിൻ്റെ കൂടെ വേറൊരു വേർഡ് ചേർത്താൽ നമ്മളത് എന്ത് ചെയ്യും? വേറൊരു സംഭവം കൂടെ ചേർത്താൽ അത് വേറെ പുതിയൊരു വേർഡായിട്ട് മാറും. അങ്ങനെ വേർഡ് ഫോർമേഷൻ. പിന്നെ കോമ്പൗണ്ട് വേർഡ്സ്, രണ്ട് വേർഡുകൾ ചേർന്ന് പുതിയൊരു വേർഡ് ഉണ്ടാവുക. ആഫ്റ്റർ എന്നുള്ളത് ഒരു വേർഡല്ലേ, ലൈഫ് എന്നുള്ളത് ഒരു വേറൊരു വേർഡല്ലേ, ഇത് രണ്ടും കൂടെ ചേർന്ന് ആഫ്റ്റർ ലൈഫ് ആവും. അതിനാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. ഓക്കെ, റെഡി? ഈ രീതിയിലാണ്. സിനണിംസും ആൻ്റണിംസും ആണ് വേറെ ഒന്ന്. എല്ലാവരും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതാണ്, പക്ഷേ ഇപ്പോൾ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഒരുവിധം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്കും അത് പഠിച്ചെടുക്കാൻ പറ്റും. അതിനൊക്കെ മെറ്റീരിയൽ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആകുന്നുണ്ട്. അക്കാദമിയിൽ ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് സിനണിംസും ആൻ്റണിംസും പഠിക്കാനുള്ള നോട്ടുകളൊക്കെ. ഇനി ഫ്രൈസൽ വെർബ്സ്, ഇതേപോലെ കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് ഫ്രൈസൽ വെർബ്സ്. പിന്നെ ഫോറിൻ വേർഡ്സ് നമുക്കറിയാം, അതൊക്കെ അത് ഒരു രീതിയിലൊക്കെ പഠിച്ചാൽ അതും വളരെ സിമ്പിളായിട്ട് കിട്ടും. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങളാണ് പലപ്പോഴും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന് ചോദിക്കാറ്. അതുപോലെ വേർഡ്സ് ഓഫ് കൺഫ്യൂസ്ഡ്, അതെന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ചെയ്ത് പഠിച്ചാൽ അതും എളുപ്പമാണ്. അത് കുറേ അധികം റിപ്പീറ്റഡ് ആയിട്ടുള്ളതാണ് വരുന്നത്, അതും പഠിക്കാം. പിന്നെ സ്പെല്ലിംഗ് ടെസ്റ്റ്, സ്പെല്ലിങ് അതിനും ട്രിക്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അത് എന്ത് ചെയ്യാം, അതും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. പിന്നെ ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്. ഇഡിയംസ് ഒക്കെ പഠിക്കാൻ നിങ്ങൾ കാണാതെ പഠിച്ചാൽ അത് കിട്ടില്ല, അതിൻ്റെ ലോജിക്ക് അനുസരിച്ച് പഠിച്ചാലേ അത് ഓർമ്മയിൽ നിൽക്കും. കാണാതെ അങ്ങനെ പഠിച്ചാൽ ഇത് കുറേ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അക്ലീസ്, ഹീൽ, വീക്ക്നെസ് അങ്ങനെ പഠിക്കാതിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കഴിഞ്ഞ് അതിങ്ങനെ മറക്കും. പക്ഷെ അതിൻ്റെ ലോജിക്ക് യൂസ് ചെയ്ത് പഠിച്ചാൽ അതെന്നും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ്
നിങ്ങൾക്ക് ഈ സിലബസിലുള്ളത്. ഞാൻ കണ്ടിടത്തോളം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണ്. 10 മാർക്ക് എല്ലാവർക്കും 10-ൽ 10 മേടിക്കാൻ കഴിയും. ഇപ്പം എൻ്റെ സ്റ്റുഡൻസൊക്കെ ഒരു സങ്കടത്തോടെ ഇരിക്കുക. അവർ 20 പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം 20 വന്നാൽ 20 അടിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അവർ ഇരുന്നിരുന്നത്. ഓക്കെ, 10 കിട്ടിയുള്ളൂ. പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു 10-ൽ 10ഉം അടിക്കണം. ഓൾറൈറ്റ്, എല്ലാവർക്കും കഴിയും, 10-ൽ 10 അടിക്കാൻ. സോ ഗായ്സ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അൺഅക്കാദമിയിൽ മെസ്സേജ് അയക്കുക. നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് ഗായ്സ്, ബൈ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ പുതിയ ക്ലർക്ക് മെയിൻ പരീക്ഷയുടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഭാഗത്തിനെ കുറിച്ചുള്ള ചെറിയൊരു അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. സിലബസും അതിലെ ടോപ്പിക്സും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മുമ്പ് LDC എങ്ങനെയാണോ നടത്തിയിട്ടുണ്ടായിരുന്നത് അതേ ടോപ്പിക്സ് തന്നെയാണ്. സിമ്പിൾ അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലഘുഗുണിതം എന്ന ഭാഗത്തിൽ നിന്നും 12 ടോപ്പിക്കുകൾ ഉണ്ട്. അതുപോലെ മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ മാനസിക ശേഷി നിരീക്ഷണ പാഠവം എന്ന ഭാഗത്തിൽ നിന്നും 13 ടോപ്പിക് ഉണ്ട്. രണ്ടും അടക്കം 25 ടോപ്പിക്സ് ആയിരുന്നു പണ്ട് മുതലേ LDCക്ക് ഉണ്ടായിരുന്ന സിലബസ്. അപ്പൊ അതില് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷെ ഒരു മാറ്റം വന്നു എന്ന് പറഞ്ഞത് മാർക്ക് എന്തായി? മാർക്ക് പകുതിയായി. മാത്സിന് ആകെ 5 മാർക്കേ ഉള്ളൂ. പക്ഷെ ആ 5 മാർക്ക് ഈ 12 ടോപ്പിക്കുകളിൽ നിന്ന് ഏത് ടോപ്പിക്കും ആവാം. ചിലപ്പോൾ കുറച്ച് കനത്തിലാവാം, കാരണം പ്രിലിംസ് കുറച്ച് എളുപ്പം മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ കഴിഞ്ഞ LDC നോക്കി കഴിഞ്ഞാൽ 2 ജില്ലകളിൽ അത്യാവശ്യം നല്ല കനത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എറണാകുളം, കണ്ണൂർ നടന്ന പരീക്ഷയും അതുപോലെ പാലക്കാട് ജില്ലകളിലൊക്കെ നടന്നിട്ടുള്ള LDCയുടെ പാറ്റേൺസ് നോക്കിയാൽ അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവിടെയും 10 മാർക്കേ ഉള്ളൂ. പക്ഷേ ആ 10 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് മൊത്തമായിട്ട് പഠിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ചിലപ്പം ചോദ്യങ്ങൾ ഇത്തിരി കട്ടിയാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം 10 മാർക്കിന്റെ ഭാഗമേ ഉള്ളൂ. അപ്പൊ ഇതിനൊരു ഇമ്പോർട്ടൻസ് വരണമെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് കടുകട്ടി ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ പഠിക്കുന്ന രീതിയിലൊന്നും മാറ്റം വരുത്തേണ്ട. പണ്ട് എന്തായിരുന്നു പഠിച്ചുകൊണ്ട് പോന്നിരുന്നത് അതേ ഭാഗങ്ങൾ തന്നെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. 5 മാർക്കേ മാത്സിനുള്ളൂ. അതുപോലെ മെന്റൽ എബിലിറ്റിക്കും 5 മാർക്കേ ഉള്ളൂ. അതിലുള്ള ഓരോരോ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കൃത്യമായി കാണാം. നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, എക്സ്പോണൻസ്, അതുപോലെ മെൻസുറേഷൻ 2D ആൻഡ് 3D, അതുപോലെ പ്രോഗ്രഷൻസ് സ്ഥിരം വന്നതായിരുന്നു. അതുപോലെ പണ്ട് സ്ഥിരമായിട്ട് മെന്റൽ എബിലിറ്റിയിൽ നിന്ന് കൂടുതലും ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ കലണ്ടർ, ക്ലോക്ക് ആയിരുന്നു. അതുപോലെ ഡയറക്ഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെയും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ സിലബസിൽ നിന്ന് ഒരു ഉറപ്പിക്കാൻ പറ്റുന്ന 2 മാർക്ക് കലണ്ടർ, ക്ലോക്ക്, ഡയറക്ഷൻ, അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എന്തായാലും വരാം. കാരണം അത് മെന്റൽ എബിലിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണ്. അതുപോലെ നമ്പർ സീരീസിൽ നിന്നും നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ 5 5 10 മാർക്കിന്റെ ഏരിയ ആണ് LD മെയിൻ ക്ലർക്ക് അതുപോലെ സിലബസ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് LGSന്റെ മെയിൻ പരീക്ഷയുടെ സിലബസ് ഒന്ന് അനാലിസിസ് ചെയ്യാം. ഇവിടെ അപ്പോൾ മാർക്ക് കൂടുകയാണ് ചെയ്യുന്നത്. LGS ആയപ്പോൾ 20 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഉണ്ട്, ലഘുഗണിതം 10, മാനസിക ശേഷി 10. അപ്പൊ ഈ സിലബസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ 10th പ്രിലിംസിന് എന്താണോ പഠിച്ചത് അതേ ടോപ്പിക്കിനെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അതായത് LDCയിലുള്ള ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള സിലബസ് ആണ് LGSൽ ഉള്ളത്. പുതിയ ടോപ്പിക്സ് ഒന്നും ഇവിടെ കാര്യമായിട്ട് വരുന്നില്ല. ലഘുഗണിതത്തിൽ 10 മാർക്ക്, മറ്റേത് 12 ഭാഗങ്ങളായിരുന്നു. അതിൽ നിന്ന് ഒരു 8 ഭാഗങ്ങൾ എടുത്തിട്ട് സിലബസ് ആക്കി മാറ്റി. അതുപോലെ മെന്റൽ എബിലിറ്റിയിൽ സ്ഥിരം വരുന്ന പക്ഷേ ക്ലോക്കും കലണ്ടറും അങ്ങനത്തെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇവിടെ മെന്റൽ എബിലിറ്റിയിൽ ഇല്ല. മെന്റൽ എബിലിറ്റിയിലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, ക്ലാസിഫിക്കേഷൻ, തരംതിരിക്കല്, അതുപോലെ വേർഡ്സ് ഓർഡർ ചെയ്യുന്നത്, ഓഡ് മാൻ ഔട്ട് തുടങ്ങിയ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിൽ നമുക്ക് മെന്റൽ എബിലിറ്റിയിലും അതുപോലെ മാത്സിലും രണ്ടിലും കൂടെ പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഏജ് പ്രോബ്ലംസ്. പേജ് പ്രോബ്ലംസ് ഇവിടെ മെന്റൽ എബിലിറ്റിയിൽ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം 20 മാർക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറും. അതുപോലെ സ്ഥാനനിർണ്ണയം. ഇവിടെ 18 ടോപ്പിക്കും 20 മാർക്കുമാണ്. മറ്റേതിൽ 25 ടോപ്പിക്കും വെറും 10 മാർക്കുമാണ്. സിലബസ് തമ്മിൽ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട്, അതായത് പഠിക്കാൻ അത്രയും ഉണ്ട് എന്നാൽ ഇത്രയും കിട്ടുകയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പുതിയ സിലബസിന്റെ അപ്ഡേറ്റ്, ഈ ഭാഗത്തിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ അപ്ഡേറ്റ്. ഇത് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അൺഅക്കാദമി. ഞാൻ ആര്യ. അപ്പോൾ LDC മെയിൻ പരീക്ഷയുടെ സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളുടെ മലയാളത്തിന് പ്രധാനമായിട്ട് 13 ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
വ്യാകരണ വിഭാഗം പൊതുവെ കുറവാണ്. അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസിൽ ആദ്യം പദശുദ്ധിയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ അഥവാ പഴഞ്ചൊല്ലുകൾ. അപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം വൊക്കാബുലറി പാർട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. സാധാരണ വ്യാകരണമാണെങ്കിൽ നമുക്ക് ആ നിയമങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ഈ ഒരു വൊക്കാബുലറി പാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു മലയാളം. അതുപോലെ സമാന പദം, സമാന പദങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ സെയിം അർത്ഥം വരുന്നില്ലേ, അപ്പൊ അതാണ് സമാന പദം. ഇപ്പൊ നാനാർത്ഥം, അർത്ഥം, അതെല്ലാം അതിൽ പഠിക്കേണ്ടതാണ്. അതുപോലെ പര്യായങ്ങൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് എഴുതുക, സ്ത്രീലിംഗം പുല്ലിംഗം. അപ്പോ വ്യാകരണത്തിൽ നിന്ന് വന്നിട്ടുള്ളത് ഈ സ്ത്രീലിംഗവും പുല്ലിംഗവുമാണ്. സ്ത്രീലിംഗം പുല്ലിംഗം പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ വ്യാകരണത്തിലെ ആ ലിംഗം എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കണം. അടുത്തത് വചനമാണ്, അതും വ്യാകരണ ഭാഗത്തിൽ നിന്നുള്ളതാണ് വചനം. അടുത്തത് പിരിച്ചെഴുത്ത്, പിന്നെ ഘടകപദമാണ് അഥവാ വാക്യങ്ങൾ ചേർത്ത് എഴുതുക. അപ്പൊ ഈ വാക്യം ചേർത്ത് എഴുതുക അഥവാ ഘടകപദത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് 2 വ്യാകരണ ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഏതാണ്? സമാസം പഠിക്കാനുണ്ട്, അതുപോലെ വിഭക്തിയും പഠിക്കാനുണ്ട്. ഇപ്പൊ സിലബസിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ 12th സിലബസ് തന്നപ്പോഴും ഇത്രയും ഭാഗങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ പരീക്ഷയ്ക്ക് പറ്റുവിന മുറ്റുവിന ക്രിയാഭാഗത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ സിലബസ് ഇതാണെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണ്ട. ഇപ്പൊ ചുമ്മാ കയറി അങ്ങ് നമുക്ക് വൊക്കാബുലറി പഠിക്കാൻ പറ്റുമോ? അതിന് നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ക്രിയാധാതു എന്താണ്, പദം എന്താണ് എന്നൊക്കെ അറിയുന്നതിന് കുറച്ച് വ്യാകരണം കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ വ്യാകരണം ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇത് പഠിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഈ കഴിഞ്ഞ പരീക്ഷകളിൽ നമ്മൾ കണ്ടു നമുക്ക് വന്ന് ചോദിച്ചത് ഇപ്പൊ പദശുദ്ധി ഉൾപ്പെടെ, ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, പര്യായമൊക്കെ ഉൾപ്പെടെ SCERT ടെക്സ്റ്റിൽ നിന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഈ സിലബസ് കവർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 3 മുതൽ 10 വരെയുള്ള SCERT മലയാളം ടെക്സ്റ്റ് നല്ല വ്യക്തമായിട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് പഠന പ്രവർത്തനങ്ങളിൽ വ്യാകരണം പറയുന്നുണ്ടെങ്കിൽ പോലും അത്ര ഡീപ്പായിട്ടൊന്നും അവർക്ക് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല സ്കൂൾ കുട്ടികൾക്ക്. എന്നാൽ അവർക്ക് നല്ല രീതിയിൽ വൊക്കാബുലറി പാർട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതം, സ്ത്രീലിംഗം, പുല്ലിംഗം, ചേർത്തെഴുത്ത്, വിരിച്ചെഴുത്ത് ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പദപരിചയം, അതായത് ഈ വൊക്കാബുലറി പാർട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലൊരു പദസമ്പത്ത് ലഭിക്കുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ PSC കുറെ നാളുകളായിട്ട് SCERT ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കഴിഞ്ഞ VO എക്സാം മുതൽ നമ്മൾ കണ്ടതാണ് സഹജം എന്ന വാക്ക്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം ടെക്സ്റ്റിൽ നിന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിന് കുറച്ച് കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് പഠിക്കുന്നതായിരിക്കും ഈ സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് എളുപ്പം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും സ്കോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വ്യാകരണ ഭാഗമാണ്. പക്ഷെ നമുക്ക് സിലബസിൽ വ്യാകരണം വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ വ്യാകരണമൊക്കെ എന്ന് വെച്ചാൽ മാത്സ് പോലാണ്. വ്യാകരണം പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഷുവർ ആണ്. വളരെ കുറച്ച് പഠിച്ച് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് വ്യാകരണം. പക്ഷെ വൊക്കാബുലറി അതല്ല. വൊക്കാബുലറി ഒത്തിരി ഉണ്ട്. അത് കിട്ടുന്ന ഒരു കുറച്ച് ഭാഗ്യം കൂടാണ്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ കുറെ മോഡലുകളുണ്ട്. അപ്പൊ ആ മോഡൽ കവർ ചെയ്യുന്നതോടെ ഇപ്പൊ PSC ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അപ്പൊ അത് കവർ ചെയ്യുന്നതോടുകൂടി നമുക്ക് വൊക്കാബുലറിയിൽ അത്യാവശ്യം സ്കോറിങ് ചെയ്യാൻ പറ്റും. അപ്പോ ഇത്രയാണ് നമ്മളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദീപിക. ഞാൻ അൺഅക്കാഡമിയിൽ ഒരു പ്ലസ് എഡ്യൂക്കേറ്റർ ആണ്. ഇങ്ങനെ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമ്മുടെ കേരള PSC LDC LGS എക്സാംസിൻ്റെ മെയിൻസിന് വേണ്ടിയിട്ട് സിലബസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സയൻസ് എന്ന വിഷയത്തിൽ നമുക്ക് പഠിക്കേണ്ട പാഠഭാഗങ്ങളെക്കുറിച്ച് ചെറുതായി ഒന്ന് ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് LDCക്ക് വേണ്ട കണ്ടന്റ് ആണ്. നമുക്കപ്പോൾ LDC ആദ്യം എടുക്കാം. അപ്പോൾ ക്ലാർക്ക് മുഖ്യ പരീക്ഷ, അതിൻ്റെ മാർക്ക് വിവരങ്ങൾ ഈ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാം അവർ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത് സയൻസ് ആണ്. ഞാൻ സയൻസിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് പോവാണ്. ഇവിടെ സയൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതിൽ 6 മാർക്കിന് ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ അത്രയും നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട പാഠഭാഗങ്ങൾ തന്നെയാണ്. ഇനി ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം ആ മേഖലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, അതായത് ബയോളജിയിൽ
സുവോളജിയാണ് ഉദ്ദേശിക്കുന്നത്, ഹ്യൂമൻ ബോഡി. അത് കഴിഞ്ഞ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, വൈറ്റമിൻസ്, പിന്നെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന കുറച്ച് രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിനെക്കുറിച്ച് അത് ഏത് എക്സാം ആയാലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. പിന്നെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങി ഉണ്ടാകുന്ന രോഗങ്ങളും അവർ പരത്തുന്നത് ആരൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യമായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, അതിനൊപ്പം തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞ 4 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഡിഗ്രി ലെവലിന്റെ സിലബസ്, പുതിയ സിലബസ് വന്നപ്പോൾ നമുക്ക് അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി 4 മൊഡ്യൂൾ ആക്കുകയാണെങ്കിൽ അതിലെ 4ാമത്തെ മൊഡ്യൂളിലും ഇതേ കണ്ടന്റ് തന്നെയാണ്, കംപ്ലീറ്റ് എൻവയോൺമെന്റൽ സയൻസ്. അതിന്റെ ഭാഗമായിട്ട് ഈ കണ്ടന്റും കൊടുത്തിട്ടുണ്ട്. എൻവയോൺമെന്റൽ സയൻസിലെ ബയോളജി ഉൾപ്പെടെയാണ്. അതിലും പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതായിട്ട് കാണാം. അപ്പോൾ ഇത് ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കണം. 6 മാർക്കിന് ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നുണ്ടാകും. അപ്പോൾ ബയോളജി ഇല്ലേ എന്ന് സംശയമുള്ളവരോട് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുമ്പോൾ അത് തന്നെ നമുക്ക് പഠിക്കേണ്ട ഭൂരിഭാഗം ഏരിയയും വരുന്നുണ്ട്. അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വന്നിട്ട് ഭൗതികശാസ്ത്രം, ഫിസിക്സിൽ നിന്ന് നിങ്ങൾക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഭൗതികശാസ്ത്രം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫിസിക്സിലെ ഒരുവിധപ്പെട്ട എല്ലാ മേഖലയും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഫിസിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ്, പിന്നെ ദ്രവ്യം, നമുക്ക് മാറ്റർ, ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ, അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. പിന്നെ യൂണിറ്റുകളും അളവുകളും പഠിക്കാനുണ്ട്. ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, പിന്നെ അതിലെ പലതരം ചലനങ്ങൾ, പ്രൊജക്ടൈൽ മോഷൻ കാര്യമായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ അതിൽ അവരെടുത്തു പറയുന്നൊരു പോയിന്റ് ആണ് ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. ഈ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ പഠിക്കുമ്പോൾ അതിനൊപ്പം പഠിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി ലെവലിലെ സിലബസിൽ തന്ന പോലെ സ്പേസ് ടെക്നോളജി എടുത്ത് പറയുന്ന പോലെ തന്നെ ഫിസിക്സിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നുണ്ട്. അതും നമുക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രകാശം പറയാം, പിന്നെ ദർപ്പണങ്ങളും ലെൻസുകളും പറയാം, വൈദ്യുത കാന്തിക തരംഗങ്ങൾ, അത് ഉൾപ്പെടുന്ന വൈദ്യുത കാന്തിക സ്പെക്ട്രം, പിന്നെ സോളാർ സ്പെക്ട്രം അല്ലെങ്കിൽ വർണ്ണങ്ങളെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കണം. അപ്പൊ ഈ പ്രകാശം എന്ന് എഴുതിയേക്കുന്നതിനെ നമുക്കൊന്നും കൂടി ക്ലിയർ ആക്കി ഒപ്റ്റിക്സ് പൂർണ്ണമായിട്ടും അവിടെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഈ ലെൻസും പിന്നെ മിറേഴ്സും വരുന്നിടത്തുനിന്ന് ചെറിയ രീതിയിലുള്ള ഇക്വേഷൻസും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശബ്ദത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. അക്കോസ്റ്റിക്സ് ആണ് ശബ്ദവും, പിന്നെ ശബ്ദവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രതിഭാസങ്ങളും അതുപോലെ പ്രകാശ പ്രതിഭാസങ്ങളും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ബലം തന്നെ പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളും പിന്നെ മറ്റു ബലങ്ങളും, അങ്ങനെ 2 കാറ്റഗറി ആയിട്ട് തന്നെ കാര്യമായിട്ട് അവിടെ പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം വിവിധ തരം ബലങ്ങൾ, അതിലെ ഘർഷണമുണ്ട്, പിന്നെ ദ്രാവക മർദ്ദം, ബലത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രഷറും പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്ലവക്ഷമ ബലം, ആർക്കിമിഡിസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡീഷൻ കൊഹിഷൻ ബലങ്ങൾ, കേശീകത്വം, പ്രതല ബലം, വിസ്കസ് ബലം, ചുരുക്കി പറഞ്ഞാൽ എല്ലാം അതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഏരിയയാണ് ഗുരുത്വാകർഷണം വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, അതുകൂടാതെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കണം. അതിന്റെ പലായന പ്രവേഗം, ഗ്രാവിറ്റി, എല്ലാ ഗ്രഹങ്ങളുടെയും ഗ്രാവിറ്റി കേസ് നമുക്ക് പഠിക്കണം. സൗരയൂഥം എടുത്ത് പറഞ്ഞില്ലെങ്കിലും അതിന്റെ ചില ഭാഗങ്ങൾ പല കണ്ടന്റിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ മാസും വെയിറ്റും തമ്മിലുള്ള കമ്പാരിസൺ, അതിലെടുത്ത് പറയാൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം, അതിന്റെ വാല്യൂ ഇവിടെ അവരെടുത്ത് പറയുന്നുണ്ട്. അത് കാര്യമായിട്ട് പഠിക്കണം, അത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ് 7ാമത് നോക്കുവാണെങ്കിൽ താപം, അതായത് തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. താപം, താപനില, വിവിധതരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത, സാന്ദ്രതയും ആപേക്ഷിക സാന്ദ്രതയും പോലെ ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വന്നിട്ട് പ്രവൃത്തി, ശക്തി, ഊർജം, വർക്ക്, എനർജി, പവർ, അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ലിവേഴ്സ് ഉണ്ട്, ഉത്തോലകങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പഴയ സിലബസിൽ നിന്നും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ നിങ്ങൾ അല്ലാതെയും പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ ബാക്കിയെല്ലാം നമുക്ക് പഠിക്കേണ്ട ഭാഗം തന്നെയാണ്. നമ്മൾ പ്രിലിംസിനും പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പുതുതായിട്ട് ഫ്രഷ് ആയിട്ടൊന്നും പഠിക്കാൻ വരുന്നില്ല, എന്നാലും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട്, കുറച്ചൊന്ന് ഡീപ്പായിട്ട്, ആഴത്തിലോട്ട് ഇറങ്ങി പോകണ്ട, എന്നാലും കുറച്ചൊന്ന് ഡീപ്പായിട്ട് ഇതിലെ കണ്ടന്റ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി ഫിസിക്സിന്റെ സിലബസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ കണ്ടന്റ് സയൻസ് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി അത്രത്തോളം ഇല്ല എന്ന് വേണം പറയാനല്ലേ. രസതന്ത്രം, അതിൽ നിന്ന് പക്ഷെ 3 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്, കണ്ടോ. അപ്പോൾ ബേസിക് ആയിട്ട് അവർ പറയുന്നത്
ആറ്റം എന്ന് പറയുമ്പോൾ അതിൽ ആറ്റം മാതൃകകൾ, അടിസ്ഥാന കണങ്ങൾ, ഉപകണങ്ങൾ, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, അറ്റോമിക് സ്പീഷീസുകൾ എല്ലാം വരുന്നുണ്ട്. പിന്നെ തന്മാത്ര മോൾ കോൺസെപ്റ്റ് ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ തന്നെ നമ്മൾ ഫിസിക്സിലും ദ്രവ്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ഖരം, ദ്രാവകം, വാതകം അതിനെ കാര്യമായിട്ട് പഠിക്കാനാണ്. അതിനൊപ്പം രൂപാന്തരത്വം, അലോട്രോപ്സ്, കാർബണിന്റേത് എടുത്ത് പഠിക്കണം. വാതകങ്ങൾ പഠിച്ചു വെച്ചിട്ട് വേണം വാതക നിയമങ്ങൾ. എക്വാറീജിയ എന്ന് പറയുമ്പോൾ ആസിഡുകളുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് അല്ലെ, നമുക്കതറിയാം. പിന്നെ വന്നിട്ട് മൂലകങ്ങൾ എന്നൊരു ഹെഡിങ് കാണുമ്പോൾ തന്നെ അറിയാം, ശരിക്കും പറഞ്ഞാൽ ഈ മൂലകങ്ങളെയാണ് കെമിസ്ട്രിയിലെ പല ചാപ്റ്ററിലെ പല പോയിന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കണ്ടന്റ് കാണുമ്പോൾ ആകെ 3 ഭാഗമായിട്ടേ ഉള്ളൂ, കുറച്ച് പഠിക്കാനുള്ളൂ എന്ന് നിങ്ങളുടെ തോന്നലാണ്. കെമിസ്ട്രി ചുരുക്കി പറഞ്ഞാൽ ആ 3ലും അവരെ കംപ്ലീറ്റ് കണ്ടന്റ് പഠിക്കാൻ ഇട്ടിട്ടുണ്ട്. ആവർത്തന പട്ടിക കണ്ടോ, ലോഹങ്ങൾ, പിന്നെ ഫിസിക്കൽ കെമിക്കൽ ചേഞ്ചസ്, രാസഭൗതിക മാറ്റങ്ങൾ, കെമിക്കൽ റിയാക്ഷൻസ്, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഈ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ കാഴ്ചയ്ക്ക് ഇത്രയേ ഉള്ളൂ, പക്ഷേ ആ 2ാമത്തെ ഭാഗത്തിലെ കണ്ടന്റ് അധികം വരുന്നുണ്ട്. ഇനി 3ാമതായിട്ട് നിങ്ങൾക്ക് കാണാം അലോഹങ്ങൾ, അതിനൊപ്പം തന്നെ ലോഹസങ്കരങ്ങൾ പഠിക്കുന്നതിനൊപ്പം നിങ്ങൾക്ക് ഈ അലോഹങ്ങൾ, ഉപലോഹങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അയിരുകളെയും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അയിരുകളിൽ നിന്ന് ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയകളും ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ ഉറപ്പായിട്ടും ആസിഡ്, ആൽക്കലി, pH മൂല്യം, ആൽക്കലോയിഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഓർഗാനിക് കോമ്പൗണ്ടിനെ കുറിച്ചാണ്. അപ്പൊ ഓർഗാനിക് കെമിസ്ട്രിന്ന് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും വരാം. അപ്പൊ അവിടെ നിത്യജീവിതത്തിലെ രസതന്ത്രത്തിനെ അവര് എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ചില ഭാഗങ്ങൾ അതിൽ പല കണ്ടന്റിലായിട്ട് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രിയിൽ 3 മാർക്ക്, ഫിസിക്സിൽ ഇത്രയും ഏരിയയിൽ നിന്ന് 3 മാർക്ക്, പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം, പബ്ലിക് ഹെൽത്തും പിന്നെ ബയോളജി രണ്ടും കൂടി ചേർത്തിട്ട് 6 മാർക്ക്. അപ്പോൾ 6ഉം 12 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പറയുന്ന ഏതിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇത്രയും നേരം ഞാൻ ഏതിനെ കുറിച്ച് പറയുകയായിരുന്നു, ക്ലർക്ക് LDC എക്സാമിന് സയൻസിൽ നിന്ന് മാത്രം ഉണ്ടാകും. ഇത് നിങ്ങൾ കാണുന്നുണ്ട്, ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഞാൻ LGSകാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നമുക്ക് അടുത്ത സിലബസ് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് LD ക്ലർക്ക് കഴിഞ്ഞിട്ട് LGS ആണ്, ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിന്റെ മുഖ്യ പരീക്ഷയ്ക്കുള്ള മാർക്ക് വിവരങ്ങൾ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ കാണാം. പൊതുവിജ്ഞാനം, ആനുകാലിക വിഷയങ്ങൾ, സയൻസ്, പൊതുജനാരോഗ്യം, പിന്നെ മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി. ഇതിൽ നമുക്ക് സയൻസിൽ നിന്ന് 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പക്ഷേ ആ 10 മാർക്ക് LDC പോലെ കുറച്ച് ഇത്രയും ബ്രോഡ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് അവിടെ പഠിക്കാനില്ല. അവിടെ പൂർണ്ണമായും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രം നമുക്ക് അവിടെ പഠിച്ചാൽ മതിയാകും. ഇനി ബയോളജിയിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്കിനും ഫിസിക്സ്, കെമിസ്ട്രിയിൽ നിന്ന് 5 മാർക്കിനും, അങ്ങനെയാണ് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ബയോളജിയിൽ ഏതൊക്കെ മേഖല പഠിക്കാനുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അതില്ലാതെ എന്ത് ബയോളജിയിൽ, അതാണല്ലോ ബയോളജിയുടെ എല്ലാം. പിന്നെ ജീവകങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അഗ്രോണമിയാണ്, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, അതിന്റെ ഈ സങ്കര ഇനങ്ങൾ, ഓരോ വിത്തിനങ്ങൾ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ EVS ആണ്, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവത്കരണം, പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന 5 ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്കിന് ക്വസ്റ്റ്യൻസ്. അത് എങ്ങനെ ക്വസ്റ്റ്യൻ ഇടുന്നു അതൊക്കെ എങ്ങനെയും വരാം. നമുക്ക് ഇത്രയും പഠിച്ചു വെച്ചെങ്കിൽ 5 മാർക്കിനുള്ളത് ഇതിൽ നിന്ന് കിട്ടും, പഠിച്ചു വെക്കുക. പിന്നെ അടുത്തൊരു 5 മാർക്ക് വന്നിട്ട് ഫിസിക്സും കെമിസ്ട്രിയും കൂടി കമ്പൈൻ ചെയ്തിട്ട് അവർ തന്നേക്കുന്നത്. നോക്കിയാൽ കാണാം, അതിൽ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ഓരോരോ പ്രത്യേക ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാലും കണ്ടന്റ് ഒട്ടും മോശമല്ല, കാര്യത്തിന് പഠിക്കാനുണ്ട്. ആദ്യം ആറ്റത്തിന്റെ ഘടന, അയിരുകൾ, ധാതുക്കൾ, മൂലകങ്ങളും അവയുടെ വർഗീകരണം, ഹൈഡ്രജൻ, ഓക്സിജൻ, പിന്നെ രസതന്ത്രം നിത്യജീവിതത്തില്. ഇത്രയും കാര്യങ്ങൾ ഈ 5 ടോപ്പിക്സ് വന്നിട്ട് നമുക്ക് കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കാനുള്ളതാണ്. പിന്നെ ദ്രവ്യവും പിണ്ഡവും, അത് വേണമെങ്കിൽ അതിൽ കെമിസ്ട്രി ഉണ്ടെന്ന് പറയാം, അങ്ങനെ തെറ്റൊന്നുമില്ല. കൂടുതലും അവിടെ മാസും വെയിറ്റ് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ഫിസിക്സിലാണ് അത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പ്രവൃത്തി, ശക്തി, ഊർജം പറയുമ്പോൾ തന്നെ ഊർജവും അതിന്റെ പരിവർത്തനം പഠിക്കാനുണ്ട്. താപം, ഊഷ്മാവ്, പ്രകൃതിയിലുള്ള അടിസ്ഥാന ബലങ്ങളുണ്ട്. പിന്നെ ചലനങ്ങൾ പഠിക്കാനുണ്ട്. അടിസ്ഥാന ബലങ്ങൾ കൂടാതെയുള്ള മിസലേനിയസ് ഫോഴ്സസും നമുക്ക് പഠിക്കണം. പിന്നെ ശബ്ദം പഠിക്കണം, പ്രകാശം പഠിക്കണം, പിന്നെ സോളാർ സിസ്റ്റം. അവിടെ നമുക്കിപ്പോൾ LDSന്റെ സോളാർ സിസ്റ്റം എന്ന് എടുത്ത് പറഞ്ഞില്ലെങ്കിലും ഭൂഗുരുത്വം പഠിക്കുമ്പോൾ, പിന്നെ അതല്ലാതെ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ, അങ്ങനെ നമുക്ക് സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ എടുത്തു പറയുന്നുണ്ട് സോളാർ സിസ്റ്റവും അതിന്റെ പ്രത്യേകതകളും. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ചേർത്തിട്ട് 5 മാർക്ക്,
ബയോളജിയിൽ നിന്ന് 5 മാർക്ക്, അങ്ങനെ ടോട്ടൽ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് LGS മെയിൻസ് എക്സാംസിന് ഉണ്ടാകും. അപ്പോൾ ഇതും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. താങ്ക് യു. നമസ്കാരം, ഞാൻ ബോബി രാജസസ്. ഞാൻ അക്കാഡമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്ററാണ്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉടനടി തന്നെ PSC നടത്താൻ പോകുന്ന LGS LD തസ്തികകളിലേക്കുള്ള മെയിൻസ് പരീക്ഷയുടെ സിലബസ് ഡിസ്കസ് ചെയ്യുവാനാണ്. നമുക്ക് ആദ്യം തന്നെ LGSന്റെ സിലബസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ സിലബസിൽ പ്രധാനമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GK, IT, കറണ്ട് അഫയേഴ്സ് എന്നിവയാണ്. GK, IT ആൻഡ് കറണ്ട് അഫയേഴ്സ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ മുഖ്യ പരീക്ഷാ സിലബസ് ഇതാണ്. ആദ്യം പൊതുവിജ്ഞാനം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്ക് 5 മാർക്കാണ് ലഭ്യമാകുന്നത്. അതായത് ഹിസ്റ്ററി എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് 5 മാർക്കാണ്. എടുത്തു പഠിക്കേണ്ട ഒരു വസ്തുത, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതലുള്ള കാര്യങ്ങളാണ് ശരിക്കും ഇവിടെ പഠിക്കേണ്ടി വരിക. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1757 മുതലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ മാത്രമേ നമ്മൾ കുറച്ചുകൂടി സേഫ് ആകൂ. 1757 മുതൽ 1858 വരെയുള്ള കാര്യങ്ങൾ ഒരു സെറ്റായിട്ടും 1858 മുതൽ 1947 വരെയുള്ള ചരിത്രം നിങ്ങൾ മറ്റൊരു വിഭാഗമായിട്ട് പഠിക്കുക. 2 സെറ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്, 2019 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് പൈക്ക റെബല്യനെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പൈക്ക റെബല്യൻ നിങ്ങൾക്കറിയാം 1817 അത് നടന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഏതായിരിക്കും ചോദിക്കാൻ നമുക്കറിയില്ല. അതുകൊണ്ട് 1757 മുതലുള്ള കാര്യങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്യാം. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം, അതായത് 47 വരെ കഴിഞ്ഞ സെറ്റിൽ ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞു. അതിനുശേഷമുള്ള കാര്യങ്ങൾ, 47 ശേഷം ഇന്ത്യയുടെ സാമൂഹികപരമായിട്ടുള്ള, അതുപോലെ സാംസ്കാരികപരമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് പ്രധാനമായിട്ട് ഈ മേഖലയിൽ ലക്ഷ്യം വെക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, യുദ്ധങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പഞ്ചവത്സര പദ്ധതികളുടെ വികസനം ഒരു ഭാഗമാണ്. വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഈ മേഖലയിൽ നിന്നും 5 മാർക്കാണ് നിങ്ങൾക്ക് ലഭ്യമാകുക. അതുപോലെ തന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വലിയ റേഞ്ചിലല്ല കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്തെടുത്ത് പറഞ്ഞിരിക്കുന്നു? ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും കൂടി എടുത്തു പറഞ്ഞിരിക്കുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് കൂടി സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നിന്നുമായി ആകെ 5 മാർക്കാണ് PSC നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത്. അടുത്തത് ജോഗ്രഫി പാർട്ടാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. 5 മാർക്കാണ് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. ഈ 5 മാർക്കിൽ നിന്ന് 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങൾക്കറിയാം എല്ലാ PSC പരീക്ഷകളിലും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരേ ഒരു ടോപ്പിക്കേ ഉള്ളൂ, അത് നദികളാണ്. ആ നദികൾ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 മാർക്കിൽ നമുക്കൊരു മിനിമം 2 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും, 2 മാർക്ക് ഉറപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതിലുപരി ബാക്കി 3 മാർക്കിനുള്ളത് പഠിക്കുക. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുക. അടുത്തത് കേരള ജോഗ്രഫിയാണ് പ്രധാനമായിട്ടും വരുന്നത്. കേരള ജോഗ്രഫി മാത്രമല്ല, കേരള ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നതാവും കുറച്ചുകൂടെ ബെറ്റർ. കാര്യം ഇവിടെ കേരള ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം എന്നിവ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. കായിക രംഗവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവും എടുത്തു പറയുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ജനറൽ സ്റ്റഡീസ്, ജനറൽ അവയർനെസ് എന്ന് പറയാം. കേരളത്തിലേക്ക് വരുമ്പോൾ ജനറൽ സ്റ്റഡീസ്, ജനറൽ അവയർനെസ് എന്ന് പറയാം. ജോഗ്രഫി ഒക്കെ വരുന്നത് ഈ പാർട്ടിലാണ്, സ്പോർട്സ് വരുന്നത് ഈ പാർട്ടിലാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്ന 10 മാർക്കാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ 5 മാർക്ക്. അപ്പോൾ തിരിച്ചു പറയുന്ന കുറച്ചുകൂടെ സുഖം, നവോത്ഥാന നായകന്മാരും രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കാര്യം നായകന്മാരിൽ നിന്ന് എന്തുണ്ടായി? സാംസ്കാരിക മുന്നേറ്റങ്ങൾ ഉണ്ടായി. നിങ്ങൾക്ക് അറിയാവുന്നൊരു വസ്തുതയാണ്. ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ചാന്നാർ ലഹള മുതൽ ഇങ്ങോട്ട്
ചാന്നാർ ലഹള മുതൽ ഇങ്ങോട്ട്, ചാന്നാർ ലഹളയ്ക്ക് മുമ്പും നിങ്ങൾക്ക് അയ്യാവൈകുണ്ഠ സ്വാമികളുടെ ജനനം മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകർ തുടങ്ങിയവയിൽ നിന്ന് 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 5 മാർക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ജനറൽ സ്റ്റഡീസ് ആണ്. ജനറൽ സ്റ്റഡീസ് ആരെക്കുറിച്ച്? ഇന്ത്യയെക്കുറിച്ച്. സയൻസ് വരുന്നുണ്ട് അല്ലേ, സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്, കല വരുന്നുണ്ട്, സാംസ്കാരിക മേഖല വരുന്നുണ്ട്, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല വരുന്നുണ്ട്, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, ഏറ്റവും ഒരു വലിയൊരു സർപ്രൈസ് PSC തന്നത് ആനുകാലിക വിഷയങ്ങൾക്ക് ഉൾപ്പെടുത്തിയ 20 മാർക്കാണ്. ആനുകാലിക വിഷയങ്ങൾക്ക് ഉൾപ്പെടുത്തിയ 20 മാർക്ക്. നമ്മൾ പഠിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ PSC ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടിസ്ഥാനപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അടിസ്ഥാനപരമായിട്ട്, ഐ റിപ്പീറ്റ്, അടിസ്ഥാനപരമായിട്ട് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ വിഷയത്തിൽ നിന്നുമുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളിവിടെ. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് എന്തായിരിക്കും ഒരു കറണ്ട് അഫെയർ നമുക്ക് പറയാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ജോഗ്രഫി എടുക്കുക. നിങ്ങൾക്കറിയാം ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന നമ്മുടെ വന്യജീവി സങ്കേതം ഏത്? കരിമ്പുഴ വന്യജീവി സങ്കേതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ആ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കാം, കറണ്ട് അഫെയർ ഫ്രം ജോഗ്രഫി. ഒരു ഉദാഹരണത്തിന് പറയുകയാണ് അല്ലേ. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു മേഖലയാണ് ഈ പറയുന്ന സബ്ജക്റ്റ് അടിസ്ഥാനത്തിൽ കറണ്ട് അഫെയർസ് ചോദിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഫോക്കസ് ചെയ്ത് വെക്കുക. പിന്നെ വേറെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഹിസ്റ്ററിയിൽ നിന്നായിരുന്നാലും ശരി, ഈ ഹിസ്റ്ററിയിലുള്ള കറണ്ട് അഫെയർസ് എന്തായിരുന്നായിരിക്കും കുറച്ച് പേര് ആലോചിക്കുന്നത്. ഹിസ്റ്ററിയിൽ കറണ്ട് അഫെയർസ് എന്ത്? വളരെ ലളിതം, നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗാന്ധിജിയുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏതാണ്ട് 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. കാരണം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. അതിനുശേഷം 1920, 21, 22കളിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടവ എല്ലാത്തിൻ്റെയും 100ാം വാർഷികം എന്ന് പറയുന്നത്, അത്തരം വസ്തുക്കൾ എല്ലാത്തിൻ്റെയും 100ാം വാർഷികം എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം, 2019 നമുക്ക് എടുക്കാം. ഒരു സംഭവം നിങ്ങൾക്കറിയാം, ജാലിയൻ വാല ബാഗിൻ്റെ 100ാം വാർഷികമാണ്. അത് റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ജാലിയൻ വാല ബാഗ് മോണുമെന്റ് ബില്ല് പാസ്സാക്കി ഇല്ലേ, ജാലിയൻ വാല ബാഗ് മോണുമെന്റ് ബില്ല് പാസ്സാക്കി. അത്തരത്തിലുള്ള വസ്തുതകൾ ഉൾപ്പെടെ 2019 വസ്തുതകൾ ഉൾപ്പെടെ എന്ത് ചെയ്യാം, സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് വരുന്ന വാർഷികങ്ങൾ, അതുപോലെ തന്നെ ഓർത്തിരിക്കുക അവയുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ തരത്തിലുള്ള പദ്ധതികളെല്ലാം ഈ ഹിസ്റ്ററിയിൽ നിന്നും ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് സബ്ജക്റ്റ് അടിസ്ഥാനത്തിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ 20 മാർക്കിൽ മുഖ്യധാര എനിക്ക് തോന്നുന്നു, ഉറപ്പിക്കാം, എൻ്റെ ഒരു തോന്നൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ പറയുകയാണ്, PSC ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് അടിസ്ഥാനത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അപ്പോൾ LGS മേഖലയിൽ നിന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞു, നമ്മൾ നേരെ LDCയിലേക്ക് പോവാണ്. LDCയിൽ കണ്ടല്ലോ, LDC മെയിൻ പരീക്ഷയുടെ സിലബസ് പറയുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പറയുകയാണ്. ഹിസ്റ്ററിയിൽ നിന്ന് 5, ജോഗ്രഫിയിൽ നിന്ന് 5, ഇക്കണോമിക്സിൽ നിന്ന് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് 5, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് 6, ഫിസിക്സ് 3, കെമിസ്ട്രി 3, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിൽ നിന്ന് 5, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്ന് 3, ഇമ്പോർട്ടൻ്റ് ആക്ടുകളിൽ നിന്ന് 5 മാർക്ക്, കറണ്ട് അഫയേഴ്സിൽ നിന്ന് 20, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളം, കന്നഡ, തമിഴ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് 10 മാർക്ക്. അപ്പോൾ നിങ്ങൾ അറിയുക, എടുത്തു പഠിക്കേണ്ട വസ്തുതയാണ്, ഇവിടെയും കറണ്ട് അഫയേഴ്സിന് എത്ര മാർക്ക് തന്നെ, 20 മാർക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീണ്ടും പ്രാധാന്യം നൽകുന്നത് ഇവയിൽ നിന്നെല്ലാം, അതായത് മുകളിലോട്ട് പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുത്തി തന്നെയാണ് ഈ 20 മാർക്ക് റൗണ്ട് അപ്പ് ചെയ്തെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. ഇനി പൊതുവിജ്ഞാനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യെസ്, സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കേരള ഹിസ്റ്ററി നമുക്ക് തുടങ്ങാം. 5 മാർക്കാണ് ഈ ഏരിയയിൽ നിന്ന് ലഭിക്കുന്നത്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, 3ൽ നിന്നും കൂടെയായിട്ട് 5 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കേരള ഹിസ്റ്ററിയിൽ എവിടെ നിന്നൊക്കെ പഠിക്കണം? യൂറോപ്യന്മാരുടെ വരവ് മുതലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഏതാണ്ട് 1498 മെയ് 20 വാസ്കോഡ ഗാമ വന്നത് മുതലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് അനുബന്ധ വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം, ട്രാവൻകൂർ കിങ്സ്, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ,
ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. നമ്മൾ നേരത്തെ LGS എന്താണോ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് അത് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് LDC നൽകിയിരിക്കുന്നു കേരളത്തെക്കുറിച്ച്, ഇല്ലേ? അത് വ്യക്തമായിട്ട് നിങ്ങൾ എടുത്ത് പഠിക്കുക. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം നിങ്ങൾ പറയുമ്പോൾ ഞാൻ എടുത്തു പറയുന്നു, നമ്മുടെ ചാന്നാർ റിവോൾട്ടുമായി ബന്ധപ്പെട്ട് തന്നെ കുറേ പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അവിടെ മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. അപ്പോൾ അത് എടുത്ത് പഠിക്കുക. ഇതാണ് കേരള ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനർസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ഇവിടെയൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എഗെയിൻ LGSൽ പറഞ്ഞ എന്താ? എഗെയിൻ ഇവിടെ എന്ത് തന്നെ 1757 മുതൽ ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞു, അല്ലേ? ബാറ്റിൽ ഓഫ് പ്ലാസി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. ബ്രിട്ടീഷ് ആധിപത്യം എന്നാണോ തുടങ്ങിയത് അത് മുതൽ. അഥവാ നിങ്ങൾക്ക് പിന്നിലേക്ക് പോയി പഠിച്ചാലേ പറ്റുള്ളൂ നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫോർമേഷൻ 1600 മുതലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ബാക്കപ്പ് ആയിട്ട് നോക്കി വെക്കാം. ഓക്കെ അല്ലേ? അതിനുശേഷം നിങ്ങൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പഠിക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള നിലയിൽ പൈക്ക യുദ്ധത്തെയും നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ 1857 ശിപ്പായി ലഹളയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. അതിനുശേഷം INCയുടെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. INCയുടെ രൂപീകരണം കഴിഞ്ഞ ഉടനെ തന്നെ സ്വദേശി പ്രസ്ഥാനം പറയുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു കണക്ഷൻ ലിങ്ക് കൂടിയാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ വിഷയങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയത് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. 1905 ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇന്നത്തെ ഈസ്റ്റ് ബംഗാൾ, വെസ്റ്റ് ബംഗാൾ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ, അല്ലേ? അതിനുശേഷം വന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മുതൽ പഠിക്കാം? ആത്മീയ സഭ മുതൽ പഠിക്കാം. രാജാ റാം മോഹൻ റോയുടെ ആത്മീയ സഭ മുതൽ ഇങ്ങോട്ട് നമുക്ക് പഠിക്കേണ്ടി വരും. വർത്തമാന പത്രങ്ങളും അത്രത്തിൽ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? എടുത്ത് പഠിക്കുക. പിന്നെ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഗാന്ധിജിയെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കായിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നൊരു വസ്തുതയാണ്. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികം നമ്മൾ 2019 ആഘോഷിച്ചതേ ഉള്ളൂ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൂടി ചേർത്ത് നിങ്ങൾ വായിക്കണം. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനർസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം എന്നിവയാണ് ഈ മേഖലയിലുള്ളത്. അതുപോലെ വേൾഡ് ഹിസ്റ്ററി, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അഥവാ ഗ്രേറ്റ് റവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പറയുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ റഷ്യൻ വിപ്ലവവും അതുപോലെ തന്നെ അനുബന്ധ വിവരങ്ങളൊക്കെ ഒന്നാം ലോക മഹായുദ്ധവുമായും എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കണക്ഷൻ ഫാക്ട്, അല്ലേ? യെസ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൂർവികരെന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം പറയുമ്പോൾ അവിടെ പറയാതെ എന്തുകൂടി പറയുന്നു? ഒന്നാം ലോക മഹായുദ്ധ രാഷ്ട്രീയ ചരിത്രവും, അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളൊക്കെ നിങ്ങൾ പഠിക്കുക. ഭൂമിശാസ്ത്രം 5 മാർക്ക്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നു. എഗെയിൻ 5 മാർക്കാണ് ഭൂമിശാസ്ത്രം എന്നുള്ളത്. അത് ഈ പറയുന്ന പോലെ തന്നെ വേൾഡ്, ഇന്ത്യ, കേരള, ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ 5 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എടുത്ത് പഠിക്കുക. അപ്പോഴും ഞാൻ എടുത്തു പറയുന്നു, 1 മാർക്ക് അല്ലെങ്കിൽ മാക്സിമം 2 മാർക്ക് നമുക്ക് എവിടെ നിന്ന് ഉറപ്പിക്കാം? നദികളിൽ നിന്ന് ഉറപ്പിക്കാം. അപ്പോൾ എല്ലാ PSC പരീക്ഷയ്ക്ക് വരുന്ന ഒരേ ഒരു ടോപ്പിക്കാണ് നദികൾ. ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് മുന്നോട്ട് പോവുക. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ: ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കൂൾ ടെക്സ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്താലേ പറ്റൂ? ഡീൽ ചെയ്താലേ പറ്റൂ. 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റുകളെ കാര്യമായിട്ട് നിങ്ങൾ ആശ്രയിക്കുക. 10ാം ക്ലാസ് വരെ ഇല്ലെങ്കിലും 7ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റുകൾ കൂടി ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളതൊരു വലിയ ഒരു മികച്ച രീതിയിലുള്ള ഒരു ബാക്കപ്പ് ആയി തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക.
അതുപോലെ തന്നെ ഇന്ത്യ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, അതുപോലെ തന്നെ കൃഷി, ധാതുക്കൾ, വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, സ്ഥിരം തന്നിരിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ അഡീഷണൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്ത്യയുടെ കാര്യത്തിൽ എടുത്തു പറഞ്ഞിട്ടില്ല. അടുത്ത പോയിന്റ്, കേരളം ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, അതുപോലെ തന്നെ നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമഗതാഗത സംവിധാനങ്ങൾ. ഇന്ത്യയിൽ എന്താണോ പറഞ്ഞിരുന്നത് അത് അതേപടി ഓൾമോസ്റ്റ് കേരളത്തിലേക്കും പറഞ്ഞിട്ടുണ്ട്. ധനതത്വശാസ്ത്രം അഥവാ ഇക്കണോമിക്സിൽ നിന്ന് 5 മാർക്കാണ്. ഇന്ത്യ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. 10ാം ക്ലാസ് നിലവാരത്തിലാണ് പരീക്ഷ ചോദിക്കുന്നതെങ്കിൽ പോലും കഴിയുമെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ച് ലഭ്യമാകുന്ന ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക, വാങ്ങി വായിക്കുക. നോട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സമയം ഇതുവരെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ തന്നെ പെട്ടെന്നൊന്ന് മുന്നോട്ട് പോയി പഠിക്കാം. ഡേറ്റ് ഉടനെ പ്രഖ്യാപിക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ അത്രയും സമയം എടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് വഴങ്ങി കിട്ടുന്ന ഒന്നാണ് ഈ ഇക്കണോമിക്സ് പോലുള്ള കാര്യങ്ങൾ, പുതിയ പദ്ധതികളെല്ലാം. നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾക്ക് തേടാം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ ടെക്സ്റ്റും NCERT ടെക്സ്റ്റും തന്നെയാണ് നിങ്ങളെ പ്രധാനമായിട്ടും ആശ്രയിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 5 മാർക്കാണ്. LGSൽ പറഞ്ഞിരുന്നത് 2 കാര്യങ്ങളാണെങ്കിൽ ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അടിസ്ഥാന വിവരങ്ങളെന്ന് പറയാതെ വളരെ കാര്യമായിട്ട് തന്നെ പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളവയെ എടുത്തെന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ടവന്ന് എടുത്തു പറയുന്നുണ്ട്. 42, 44, 52, 73, 74, 86, 91 ഇത്തരത്തിൽ എടുത്തു പറയുന്നുണ്ട് ഭേദഗതികൾ അല്ലേ. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ഭേദഗതികളും PSC ചോദിക്കുമെന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന ഓരോ വസ്തുതയും വെറും ഫാക്റ്റുകളായിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കരുത്. അവയിൽ ഒരല്പം ഡീറ്റെയിൽ ആകുക എന്ന് വെച്ചാൽ ഏത് അവസരത്തിൽ ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. ഈ ആർട്ടിക്കിൾ എവിടെയൊക്കെ പ്രയോഗിക്കാം എന്നുള്ളത് കൂടി ഒന്ന് ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ വിജയിച്ചു. സോ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 5 മാർക്കാണ് ലഭിക്കുന്നത്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം അല്ലേ, സാംസ്കാരികം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് 5 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കലയിൽ നിന്ന് ലഭിക്കുന്നത് എന്താ, ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങളെക്കുറിച്ച്, സ്ഥാപനങ്ങളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, കലാകാരന്മാരെക്കുറിച്ച്, എഴുത്തുകാരന്മാരെക്കുറിച്ചൊക്കെ വിശദമായി നിങ്ങൾ പഠിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, 5 മാർക്കിനാണ് ഈ മേഖലയിൽ ചോദ്യം വെച്ചാൽ അത്യാവശ്യം ഒരു ടോപ്പിക്കായിട്ട് മാറി. കേരള കലാമണ്ഡലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു, ഏത് ജില്ല, അതിൻ്റെ സ്ഥാപകനാരാണ്, എന്തുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ചു, എന്ത് അടിസ്ഥാനത്തിൽ അത് സ്ഥാപിച്ചു, എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്നിവയൊക്കെ എന്താണ് ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. അതിൽ തന്നെ കായിക രംഗത്ത് നിന്നാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്, കായിക രംഗത്ത് ഒരുപാട് മേഖലകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട കായിക താരങ്ങളെ പഠിക്കാൻ പറഞ്ഞാൽ തന്നെ എന്തുമാത്രം കായിക ഇനങ്ങളുണ്ട് അല്ലേ. പ്രധാനപ്പെട്ട ആൾക്കാരെ മുഴുവൻ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ ഫുട്ബോൾ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ടെന്നീസ്. ഫുട്ബോൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് ടെന്നീസിനാണ്. ടെന്നീസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് ക്രിക്കറ്റിന്. ഇത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇതിനുണ്ട്. PSC പരീക്ഷയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഫുട്ബോളാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ടെന്നീസാണ്, അത് കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് വരും. പിന്നെ കറണ്ട് അഫയേഴ്സിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യത ക്രിക്കറ്റും ടെന്നീസും ആയിരിക്കും. എങ്കിലും ഞാൻ പറയുന്നു ഫാക്റ്റുകൾ ചോദിക്കുമ്പോൾ കൂടുതൽ സാധ്യത വന്നിട്ടുള്ളത് ഫുട്ബോൾ, അത് കഴിഞ്ഞ് ടെന്നീസ്, അത് കഴിഞ്ഞ് ക്രിക്കറ്റ്. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഇതേ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഗെയിംസിന് പ്രാധാന്യം കൊടുക്കണം, ഇല്ലെന്നല്ല, ഒരുപാട് ഗെയിംസുകളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക. ഒളിമ്പിക്സിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ഒളിമ്പിക്സ് കഴിഞ്ഞാൽ പിന്നെ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞാൽ പിന്നെ കോമൺവെൽത്ത് ഗെയിംസിന് കൂടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അത്തരത്തിൽ എല്ലാ ഗെയിംസും നിങ്ങൾ പഠിക്കുക. പ്രധാനപ്പെട്ട കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട ട്രോഫികളെക്കുറിച്ച്, പ്രധാനപ്പെട്ട കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണങ്ങളെക്കുറിച്ച്, കളികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രിഡ്ജ് എന്നത് എന്ത് കളിയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ബ്രിഡ്ജ്. ഉദാഹരണം
ഗോൾഫാണ്. ശരിയായ ഉത്തരമാണ് ഗോൾഫ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മേഖലയെയും എന്ത് ചെയ്യരുത്, ഒരു മേഖലയ്ക്കും എന്ത് ചെയ്യരുത്, പ്രാധാന്യം കൂടുതലോ കുറവോ നൽകരുത്. തുല്യ പ്രാധാന്യം നൽകി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഒളിമ്പിക്സ് അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഈ പറയുന്ന എല്ലാ ഗെയിംസിലും ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് പഠിക്കുക. ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ കൂടി എടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ ദേശീയ ഗെയിംസിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഗെയിംസിന്റെ ഇനങ്ങൾ, താരങ്ങൾ, മത്സരങ്ങൾ, നേട്ടങ്ങൾ, അതുപോലെ ഓരോ രാജ്യത്തെ ദേശീയ കായിക വിനോദങ്ങൾ, അതുപോലെ ഇനങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. സംസ്കാരം എന്ന മേഖലയിൽ നിന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായിട്ടുള്ള ഉത്സവങ്ങൾ, അതുപോലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പറഞ്ഞ ഓണം എന്നുള്ളൊരു ഫെസ്റ്റിവൽ എടുത്താൽ തന്നെ എന്തുമാത്രം ഫാക്റ്റുകൾ PSCക്ക് ചോദിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഓണം, വിഷു, അതുപോലുള്ള ഒരുപാട് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചോദിക്കാം. അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട, പള്ളികളുമായി ബന്ധപ്പെട്ട, ക്രിസ്ത്യൻ പള്ളികളുമായി ബന്ധപ്പെട്ട, ജൈന ബുദ്ധമത കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ മേഖലയിൽ നിന്ന് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിലേക്കാണ്. 3 മാർക്കാണ് കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിലവിലെ സിലബസിൽ 4ാം ക്ലാസ് മുതൽ കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. തിയറി വൈസ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുമുതലുള്ള ടെക്സ്റ്റുകൾ വായിക്കുക. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും 4ാം ക്ലാസ് പഠിപ്പിക്കുന്നത്. കമ്പ്യൂട്ടർ എന്താണ്, എന്നൊക്കെയുള്ളത് പഠിപ്പിക്കുന്നതാണ് 4ാം ക്ലാസ് മുതലുള്ള പഠനം. അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റുകളൊന്ന് ഫോളോ ചെയ്യുക. അല്ലാതെ തന്നെ നിങ്ങൾ വർഷങ്ങളായിട്ട് PSCക്ക് IT ഉണ്ടെന്നുള്ള കാര്യം അറിയാം. ആ രീതിയിൽ നിങ്ങൾ കുറേ ടോപ്പിക്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുക. എസ്പെഷ്യലി ഇത് കണ്ടല്ലോ, ഹാർഡ്വെയർ എന്ന്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എന്നും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതുപോലെ തന്നെ ഇന്റർനെറ്റ്, അതുപോലെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എന്ന് പറഞ്ഞാണ് ഇവിടെ 5 ആയിട്ടാണ് IT മേഖലയിലെ 3 മാർക്കിന് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ. IT മേഖലയിലെ 3 മാർക്കിന് തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ ഓർത്തിരിക്കുക കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്, അതുപോലെ തന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈബർ നിയമവും ഇതിൻ്റെ ഭാഗമാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സൈബർ നിയമത്തിൽ നിന്ന് ഉറപ്പിക്കാം. നമുക്ക് വേണമെങ്കിൽ ഉറപ്പിക്കാം, അല്ലേ? സൈബർ നിയമം, സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉറപ്പിക്കാം. ബാക്കി 2 മാർക്കിന് നിങ്ങൾ 4 ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടി വരിക. ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതുപോലെ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ. ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ലാംഗ്വേജസ് നീഡ് നോട്ട് ബി കൺസിഡേർഡ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതെ, C++, ജാവ, അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജുകൾ, .NET പോലുള്ള ലാംഗ്വേജുകൾ, പൈത്തൺ പോലുള്ള ലാംഗ്വേജുകളൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വളരെ ഡീപ്പിലേക്ക് പോണ്ട എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഈ ലാംഗ്വേജസ് കണ്ടെത്തിയതാരെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. അതൊരു നല്ല ചോദ്യമാണ്. അത് ശരിക്കും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് നിങ്ങളോട് ചോദിക്കാം. ഇപ്പോൾ C കണ്ടെത്തിയത് ഡെന്നിസം റിച്ചിയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. സുപ്രധാന നിയമങ്ങൾ, നമ്മൾ നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ പറഞ്ഞെങ്കിൽ നിങ്ങൾ അറിയുക, ഇത്തവണ സുപ്രധാന നിയമങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റൂൾസ്, എന്താ പറയുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുതിയ നിയമങ്ങൾ, ആ നിയമങ്ങളിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചർച്ച ചെയ്യാം. അപ്പം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഇവിടെ നിന്ന് 5 മാർക്കാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് ആക്ട്, അതുപോലെ തന്നെ ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻ, ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ. ഇവിടെ പ്രധാനമായിട്ടും എന്ത് ചെയ്യും, ചോദിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം SC/ST അട്രോസിറ്റീസ് ആക്ട് 1989 നിലവിൽ വരുന്ന 1990-ലാണ്. അങ്ങനെയുള്ള ഒരുപാട് വസ്തുതകൾ ഇവിടെ എന്ത് ചെയ്തേക്കാം, ചോദിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അറിയുക, ഇന്ന് ഇന്ത്യൻ സമൂഹത്തിലല്ല, ലോക സമൂഹത്തിൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ, പല രീതിയിലുള്ള അതിക്രമങ്ങൾ, അത് ലൈംഗിക അതിക്രമമായിക്കോട്ടെ, മാനസിക ശാരീരികമായിട്ടുള്ള മറ്റ് അതിക്രമങ്ങളായിക്കോട്ടെ, അവയെല്ലാം കൂടി വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഈ പറയുന്ന സ്ത്രീകളെയും കുട്ടികളെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ ചോദിക്കുമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ പോക്സോയൊക്കെ ഇതിൻ്റെ കീഴിൽ വരും, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഒക്കെ ഇതിൻ്റെ കീഴിൽ വരും. കൃത്യമായിട്ട് നിങ്ങൾ എടുത്ത് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നിർഭയയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. നിർഭയ ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ്, എടുത്ത് പഠിക്കുക. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, LGSന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിനെയും, ഓരോ സബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനി ആനുകാലിക വിഷയങ്ങളിൽ ചോദ്യം വരിക. ഇതൊരു വലിയ മാറ്റമാണ്.
പ്രത്യേകം ഓർത്തിരിക്കുക. സാധാരണഗതി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആയിരിക്കില്ല ഇനി ചോദിക്കുക. ഉദ്ദേശിക്കുന്നത് ആ കറണ്ട് അഫയേഴ്സിനെ നിങ്ങൾ കുറച്ചുകൂടെ സബ്ജക്റ്റ് വൈസ് ആക്കി പഠിക്കാൻ ശ്രമം നടത്തിയാൽ നിങ്ങൾ വിജയിച്ചു. സാധാരണ പഠിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സിന് തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് പഠിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ പ്രാധാന്യം, ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. 20 മാർക്കാണ് ഈ മേഖലയിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ ആകെ 100 മാർക്കിനാണ് LGSൻ്റെ LDCയുടെ പരീക്ഷകൾ നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഇന്ന് ചർച്ച ചെയ്ത ഈ സിലബസ് ഉപകാരപ്പെട്ടു. അതിൽ ചെറിയൊരു സ്ട്രാറ്റജി കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം പറഞ്ഞു, അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വൺസ് അഗെയിൻ എൻ്റെ പേര് ബോബി രാജസസ്, ഞാൻ അക്കാഡമിയിൽ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്ററാണ്. സോ എല്ലാവരും നന്നായിട്ട് LGS LDC പരീക്ഷകളുടെ മെയിൻസ് പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. ഓൾ ദി ബെസ്റ്റ്, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്.